എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫീൽ ഫുഡ് വിത്ത് അമ്മൂലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ പച്ചടിയാണ്. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു കുട്ടി ഇതുപോലെ പച്ചമാങ്ങ പച്ചടി ഒരു വീഡിയോ ഇടാമോ ചോദിച്ചിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു, കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ റിക്വസ്റ്റ് പ്രകാരം ഇന്ന് നമുക്കത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കത്തിച്ച് കൊടുക്കുക, ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഇപ്പം ഞാൻ ഒരു മാങ്ങയിൽ ചെറിയ എമൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. നമ്മൾ പച്ചമാങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല പുളിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമായിട്ട് ഈ മാങ്ങ ഒന്ന് ഈ ചട്ടിയിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് വയ്ക്കുക. ഇനി കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം മതി ആ മാങ്ങ വേവാനായിട്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ആ മാങ്ങ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, അതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണ്ട. അപ്പോൾ എന്തായാലും വെന്തിട്ടുണ്ട്, ഇതാ നല്ലോണം വെന്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇനി കുറച്ച് അരപ്പാണ് ഇതിലോട്ട് ചേർക്കാനുള്ളത്. അത് ഞാൻ കാര്യം പറയാം, ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. പച്ചമാങ്ങ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ കനം കുറച്ചിട്ട് മുറിച്ചെടുക്കാം, എന്നിട്ട് ഇതുപോലെ ചേർക്കാം. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു വലുപ്പത്തിലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ പച്ചമാങ്ങ കഷ്ണങ്ങളായിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുമ്പോൾ കിടക്കുക. ഇനി അരപ്പ് ചേർത്താലും ഈ കഷ്ണങ്ങളുടെ രൂപത്തിൽ തന്നെയാണ് കിടക്കുക. നിങ്ങൾക്കിങ്ങനെ കഷ്ണങ്ങൾ വേണ്ട, ഇതിനെ ഒന്നും കൂടെ നല്ലോണം വേവിച്ചെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി അരപ്പ് ചേർക്കാം. ഈ അരപ്പിൽ ഞാൻ ചേർത്തിരിക്കുന്നത്, അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ, അതുപോലെ ജീരകം, നല്ല ജീരകം, പച്ചമുളക് 2 എണ്ണം, എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ചുവന്നുള്ളി, പിന്നെ കുറച്ച് കടുക്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി. ഇതെല്ലാം കൂടെ അരച്ചെടുത്ത് അതാണ് ഈ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. മാങ്ങ പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തൈര് വേണ്ട, പുളി ഇല്ലാത്തതാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത ശേഷം നല്ലോണം ആവശ്യത്തിനുള്ളത് മാത്രം ആദ്യം ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പച്ചമാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കടുക് നമ്മൾ ചേർക്കുന്നുണ്ട്. കടുക് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല, കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. കാരണം കടുക് ഒരുപാട് അരഞ്ഞു പോയാൽ അത് നല്ല കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അതിനേക്കാളും ഭേദം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കടുക് എന്തായാലും അവസാനമാണ് ചേർത്തത്. അതായത് തേങ്ങ എല്ലാം കൂടെ അരച്ച് കഴിഞ്ഞ് ഒന്ന് നല്ലോണം പേസ്റ്റ് ആയ ശേഷമാണ് കടുക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക ചെയ്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറുതായി നമ്മുടെ ഇടികല്ലുണ്ടല്ലോ അതിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. കടുകിനെ സെപ്പറേറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് കടുക് വറക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കടുക് വറുക്കാനായിട്ട് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് കടുക് വറുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്, വേറെ സൺഫ്ലവർ ഓയിലൊന്നും ഒഴിക്കരുത്. കടുക് പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വറ്റൽമുളകാണ് ആഡ് ചെയ്യുന്നത്. ഒരു 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം പൊട്ടിക്കാനൊക്കെ ആയിട്ട്. എന്ത് ചെയ്യുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിനെ ഒന്ന് അതിലോട്ട് ആഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് അതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കടുക് വറുത്തത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്കായിട്ട് റിക്വസ്റ്റഡ് ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള പച്ചമാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.